സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 20. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം ദിനവൃത്താന്തം 2-ാം പുസ്തകം 12-ഉം 13-ഉം അധ്യായങ്ങൾ. ദിനവൃത്താന്തം 2-ാം പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ. എന്നാൽ രഹബയാമിന്റെ രാജ്യത്വമുറച്ച് അവൻ ബലം പ്രാപിച്ച ശേഷം അവനും അവനോടുകൂടെ എല്ലാ ഇസ്രായേലും യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു. അവർ യഹോവയോട് ദ്രോഹം ചെയ്യുക കൊണ്ട് രഹബയാം രാജാവിന്റെ 5-ാം ആണ്ടിൽ മിസ്രൈം രാജാവായ ശീശക് 1200 രഥങ്ങളോടും 60,000 കുതിരച്ചേവകരോടുകൂടെ യെരൂശലേമിന്റെ നേരെ വന്നു. അവനോടുകൂടെ മിസ്രൈമിൽ നിന്ന് വന്നിരുന്ന ലൂബ്യർ, സുഖ്യർ, കൂശ്യർ എന്നിങ്ങനെയുള്ള പടജനം അസംഖ്യമായിരുന്നു. അവൻ യഹൂദായോട് ചേർന്ന ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിച്ച് യെരൂശലേം വരെയും വന്നു. അപ്പോൾ ശെമയ്യാ പ്രവാചകൻ രഹബയാമിന്റെയും ശീശക് നിമിത്തം യെരൂശലേമിൽ കൂടിയിരുന്ന യഹൂദ പ്രഭുക്കന്മാരുടെയും അടുക്കൽ വന്ന് അവരോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ ശീശക്കിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ പ്രഭുക്കന്മാരും രാജാവും തങ്ങളെ തന്നെ താഴ്ത്തി, യഹോവ നീതിമാനാകുന്നു എന്ന് പറഞ്ഞു. അവർ തങ്ങളെ തന്നെ താഴ്ത്തിയെന്ന് യഹോവ കണ്ടപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശെമയ്യാവിന് ഉണ്ടായത് എന്തെന്നാൽ, അവർ തങ്ങളെ തന്നെ താഴ്ത്തിയിരിക്കാൻ ഞാൻ അവരെ നശിപ്പിക്കാതെ അവർക്ക് ഒരുവിധം രക്ഷ നൽകും. എന്റെ കോപം ശീശക് മുഖാന്തരം യെരൂശലേമിന്മേൽ ചൊരിയുകയുമില്ല. എങ്കിലും അവർ എന്റെ സേവയും അന്യദേശങ്ങളിലെ രാജത്വത്തിന്റെ സേവയും തിരിച്ചറിയേണ്ടതിന് അവർ അവന് അധീനന്മാരായി തീരും. ഇങ്ങനെ മിസ്രൈം രാജാവായ ശീശക് യെരൂശലേമിന്റെ നേരെ വന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും അപഹരിച്ച് ആ സകലം എടുത്തുകൊണ്ടുപോയി. ശലോമോൻ ഉണ്ടാക്കിയ പൊൻപരിചകളും അവൻ എടുത്തുകൊണ്ടുപോയി. അവയ്ക്ക് പകരം രഹബയാം രാജാവ് താമര കൊണ്ട് പരിചകൾ ഉണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാൽക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. രാജാവ് യഹോവയുടെ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ കൊണ്ടുവന്ന് പിടിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യും. അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ യഹോവയുടെ കോപം അവനെ മുഴുവനും നശിപ്പിക്കാതെ വിട്ടുമാറി. യഹൂദയിൽ ഏതാനും നന്മയുണ്ടായിരുന്നു. ഇങ്ങനെ രഹബയാം രാജാവ് യെരൂശലേമിൽ തന്നെത്താൻ ബലപ്പെടുത്തി വാണു. വാഴ്ച തുടങ്ങിയപ്പോൾ രഹബയാമിന് 41 വയസ്സായിരുന്നു. യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നഗരമായ യെരൂശലേമിൽ അവൻ 17 സംവത്സരം വാണു. അവന്റെ അമ്മയ്ക്ക് നയമാ എന്ന പേർ. അവൾ അമ്മോന്യ സ്ത്രീയായിരുന്നു. യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സ് വയ്ക്കാഞ്ഞതിനാൽ അവൻ ദോഷം ചെയ്തു. രഹബയാമിന്റെ വൃത്താന്തങ്ങൾ ആദ്യാവസാനം ശെമയ്യാ പ്രവാചകന്റെയും ഈദോ ദർശകന്റെയും വൃത്താന്തങ്ങളിൽ വംശാവലിയായി എഴുതിയിരിക്കുന്നുവല്ലോ. രഹബയാമിനും യൊരോബയാമിനും തമ്മിൽ എല്ലാ കാലത്തും യുദ്ധമുണ്ടായിരുന്നു. രഹബയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ അബിയാവ് അവന് പകരം രാജാവായി. ദിനവൃത്താന്തം 2-ാം പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യൊരോബയാം രാജാവിന്റെ 18-ാം ആണ്ടിൽ അബിയാവ് യഹൂദയിൽ രാജാവായി. അവൻ 3 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മിഖായ എന്ന പേർ. അവൾ ഗിബെയക്കാരനായ ഊരിയേലിന്റെ മകൾ. അബിയാവിനും യൊരോബയാമിനും തമ്മിൽ യുദ്ധമുണ്ടായി. അബിയാവ് 4 ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരുള്ളൊരു സൈന്യത്തെ അണിനിരത്തി. യൊരോബയാം അവന്റെ നേരെ 8 ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരെ അണിനിരത്തി. എന്നാൽ അബിയാവ് എഫ്രൈം മലനാട്ടിലെ സെമരായിം മലമുകളിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, യൊരോബയാമും എല്ലാ ഇസ്രായേലുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പിൻ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിന്റെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിന് അവനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്കും നൽകിയിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയേണ്ടതല്ലയോ? എന്നാൽ ദാവീദിന്റെ മകനായ ശലോമോന്റെ ദാസനും നേബാത്തിന്റെ മകനുമായ യൊരോബയാം എഴുന്നേറ്റ് തന്റെ യജമാനനോട് മത്സരിച്ചു. നീചന്മാരായ നിസ്സാരന്മാർ അവന്റെ അടുക്കൽ വന്നുകൂടി. ശലോമോന്റെ മകനായ രഹബയാമിനോട് ധാർഷ്ട്യം കാണിച്ചു. രഹബയാമോ യൗവനക്കാരനും മനോബലമില്ലാത്തവനുമായിരുന്നതിനാൽ അവരോട് എതിർത്ത് നിൽപ്പാൻ അവന് കഴിഞ്ഞില്ല. നിങ്ങൾ ഇപ്പോൾ ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള യഹോവയുടെ രാജ്യത്വത്തോട് എതിർത്ത് നിൽപ്പാൻ വിചാരിക്കുന്നു. നിങ്ങൾ വലിയൊരു സമൂഹം തന്നെ. യൊരോബയാം നിങ്ങൾക്ക് ദൈവമായിട്ടുണ്ടാക്കിയ പൊൻകാളക്കുട്ടികളും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. നിങ്ങൾ അഹരോന്റെ പുത്രന്മാരായ യഹോവയുടെ പുരോഹിതന്മാരെയും ലേവ്യരെയും തള്ളിക്കളഞ്ഞ് അന്യദേശങ്ങളിലെ ജാതികളുടെ മര്യാദ പ്രകാരം നിങ്ങൾക്ക് പുരോഹിതന്മാരെ ആക്കിയിട്ടില്ലയോ? ഒരു കാളക്കുട്ടിയോടും 7 ആട്ടുകൊറ്റന്മാരോടും കൂടെ കരപൂരണത്തിന് വന്ന ഏവനും ദൈവമല്ലാത്തവയ്ക്ക് പുരോഹിതനായി തീർന്നു. ഞങ്ങളുടെ ദൈവമോ യഹോവയാകുന്നു. അവനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിട്ട് അഹരോന്റെ പുത്രന്മാർ ഞങ്ങൾക്കുണ്ട്. ലേവ്യരും തങ്ങളുടെ വേല നോക്കി വരുന്നു.
അവർ ദിനംപ്രതി രാവിലെയും വൈകുന്നേരവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളും പരിമള ധൂപവും അർപ്പിക്കുന്നു. കാഴ്ചയപ്പം വിശുദ്ധ മേശമേൽ അടുക്കുന്നു. പൊൻ നിലവിളക്കും അതിന്റെ ദീപങ്ങളും വൈകുന്നേരം തോറും കത്തിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആജ്ഞ പ്രമാണിക്കുന്നു. നിങ്ങളോ അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതാ, ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ തലവനായ ദൈവവും നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ടതിന് മഹാധ്വനി കാഹളങ്ങളോടുകൂടെ അവന്റെ പുരോഹിതന്മാരുമുണ്ട്. ലേവരെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത്. നിങ്ങൾ കൃതാർത്ഥരാകയില്ല. എന്നാൽ യൊരോബെയാം അവരുടെ പുറകിൽ വളഞ്ഞു ചെല്ലുവാൻ പതിയിരിപ്പുകാരെ അയച്ചു. അങ്ങനെ അവർ യഹൂദ്യരുടെ മുമ്പിലും പതിയിരിപ്പുകാർ പിറകിലുമായി. യഹൂദ്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ പട മുമ്പിലും പിറകിലും കണ്ടു. യഹോവയോട് നിലവിളിച്ച് പുരോഹിതന്മാർ കാഹളമൂതി. യഹൂദ പുരുഷന്മാർ ആർത്തു വിളിച്ചു. യഹൂദ പുരുഷന്മാർ ആർത്തു വിളിച്ചപ്പോൾ ദൈവം യൊരോബെയാമിനെയും എല്ലാ ഇസ്രായേലിനെയും അബിയാവിനോടും യഹൂദ്യരോടും തോൽക്കുമാറാക്കി. ഇസ്രായേല്യർ യഹൂദ്യരുടെ മുമ്പിൽ നിന്ന് ഓടി. ദൈവം അവരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അബിയാവും അവന്റെ ജനവും അവരെ കഠിനമായി തോൽപ്പിച്ചു. ഇസ്രായേലിൽ 5 ലക്ഷം ശ്രേഷ്ഠ യോദ്ധാക്കൾ ഹതന്മാരായി വീണു. ഇങ്ങനെ ഇസ്രായേല്യർക്ക് ആ കാലത്ത് താഴ്ച വന്നു. യഹൂദരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ട് ജയം പ്രാപിച്ചു. അബിയാവ് യൊരോബെയാമിനെ പിന്തുടർന്ന് ചെന്ന് അവന്റെ പട്ടണങ്ങളെ പിടിച്ചു. ബേഥേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ശേഷാനും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും എഫ്രോനും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തന്നെ. യൊരോബെയാം അബിയാവിന്റെ കാലത്ത് ബലം പ്രാപിച്ചില്ല. യഹോവ അവനെ ബാധിച്ചു. അവൻ മരിച്ചുപോയി. എന്നാൽ അബിയാവ് ബലവാനായി തീർന്നു. അവൻ 14 ഭാര്യമാരെ വിവാഹം കഴിച്ച് 22 പുത്രന്മാരെയും 16 പുത്രിമാരെയും ജനിപ്പിച്ചു. അബിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ നടപ്പും വാക്കുകളും ഈദോ പ്രവാചകന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഉപ്പുപുരയാകുന്നുവെന്ന് അരുളി ചെയ്തു. ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അകത്തെ പ്രാകാരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം വേലയുള്ള 6 ദിവസം അടച്ചിരിക്കണം. ശബത്ത് നാളിലോ അത് തുറന്നിരിക്കണം. അമാവാസി ദിവസത്തിലും അത് തുറന്നിരിക്കണം. എന്നാൽ പ്രഭു പുറത്തുനിന്ന് ആ ഗോപുരത്തിന്റെ പൂമുഖം വഴിയായി കടന്നു ചെന്ന് ഗോപുരത്തിന്റെ മുറിച്ചുപരിനരികെ നിൽക്കണം. പുരോഹിതൻ അവന്റെ ഹോമയാഗവും സമാധാനയാഗവും അർപ്പിക്കുമ്പോൾ അവൻ ഗോപുരത്തിന്റെ ഉമ്മറപ്പടിക്കൽ നമസ്കരിക്കണം. പിന്നെ അവൻ പുറത്തേക്ക് പോകണം. എന്നാൽ ഗോപുരം സന്ധ്യ വരെ അടയ്ക്കാതെ ഇരിക്കണം. ദേശത്തിലെ ജനം ശബത്തുകളിലും അമാവാസികളിലും ഈ ഗോപുര പ്രവേശനത്തിങ്കൽ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം. പ്രഭു ശബത്ത് നാളിൽ യഹോവയ്ക്ക് ഹോമയാഗമായി ഊനമില്ലാത്ത 6 കുഞ്ഞാടിനെയും ഊനമില്ലാത്ത ഒരു മുട്ടാടിനെയും അർപ്പിക്കണം. ഭോജനയാഗമായി അവൻ മുട്ടാടിന് 1 ഏഫായും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലെയുള്ള ഭോജനയാഗവും ഏഫാ 1-ന് 1 ഹീൻ എണ്ണ വീതവും അർപ്പിക്കണം. അമാവാസി ദിവസത്തിലോ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും 6 കുഞ്ഞാടിനെയും 1 മുട്ടാടിനെയും അർപ്പിക്കണം. ഇവയും ഊനമില്ലാത്തവ ആയിരിക്കണം. ഭോജനയാഗമായി അവൻ കാളയ്ക്ക് 1 ഏഫായും മുട്ടാടിന് 1 ഏഫായും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലെയുള്ളതും ഏഫാ 1-ന് 1 ഹീൻ എണ്ണ വീതവും അർപ്പിക്കണം. പ്രഭു വരുമ്പോൾ അവൻ ഗോപുരത്തിന്റെ പൂമുഖം വഴിയായി കടക്കുകയും ആ വഴിയായി തന്നെ പുറത്തേക്ക് പോകുകയും വേണം. എന്നാൽ ദേശത്തെ ജനം ഉത്സവങ്ങളിൽ യഹോവയുടെ സന്നിധിയിൽ വരുമ്പോൾ വടക്കേ ഗോപുരം വഴിയായി നമസ്കരിപ്പാൻ വരുന്നവൻ തെക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോകുകയും തെക്കേ ഗോപുരം വഴിയായി വരുന്നവൻ വടക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോകുകയും വേണം. താൻ വന്ന ഗോപുരം വഴിയായി മടങ്ങിപ്പോകാതെ അതിന് എതിരെയുള്ളതിൽ കൂടി പുറത്തേക്ക് പോകണം. അവർ വരുമ്പോൾ പ്രഭുവും അവരുടെ മധ്യേ വരികയും അവർ പോകുമ്പോൾ അവനും കൂടെ പോകുകയും വേണം. വിശേഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും ഭോജനയാഗം കാളയ്ക്ക് 1 ഏഫായും മുട്ടാടിന് 1 ഏഫായും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലെയുള്ളതും ഏഫായ്ക്ക് 1 ഹീൻ എണ്ണയും വീതം ആയിരിക്കണം. എന്നാൽ പ്രഭു സ്വമേധാദാനമായ ഹോമയാഗമോ സ്വമേധാദാനമായ സമാധാനയാഗങ്ങളോ യഹോവയ്ക്ക് അർപ്പിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം അവന് തുറന്നു കൊടുക്കണം. അവൻ ശബത്ത് നാളിൽ ചെയ്യുന്നത് പോലെ തന്റെ ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിക്കണം. പിന്നെ അവൻ പുറത്തേക്ക് പോകണം. അവൻ പുറത്തേക്ക് പോയ ശേഷം ഗോപുരം അടയ്ക്കണം. 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതുമായ ഒരു കുഞ്ഞാടിനെ നീ ദിനംപ്രതി യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം. രാവിലെ തോറും അതിനെ അർപ്പിക്കണം. അതിന്റെ ഭോജനയാഗമായി നീ രാവിലെ തോറും ഏഫായിൽ 6-ൽ-1 നേരിയ മാവ് കുഴക്കേണ്ടതിന് ഹീനിൽ 3-ൽ-1 എണ്ണയും അർപ്പിക്കണം. അത് ഒരു ശാശ്വത നിയമമായി യഹോവയ്ക്കുള്ള നിരന്തര ഭോജനയാഗം. ഇങ്ങനെ അവർ രാവിലെ തോറും നിരന്തര ഹോമയാഗമായി കുഞ്ഞാടിനെയും ഭോജനയാഗത്തെയും എണ്ണയെയും അർപ്പിക്കണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു:
പ്രഭു തന്റെ പുത്രന്മാരിൽ ഒരുത്തന് ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് അവന്റെ അവകാശമായി അവന്റെ പുത്രന്മാർക്കുള്ളതായിരിക്കണം. അത് അവകാശമായി അവരുടെ കൈവശം ഇരിക്കണം. എന്നാൽ അവൻ തന്റെ ദാസന്മാരിൽ ഒരുത്തന് തന്റെ അവകാശത്തിൽ നിന്ന് ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് വിടുതലാണ്ട് വരെ അവനുള്ളതായിരിക്കണം. പിന്നത്തേതിൽ അത് പ്രഭുവിന് തിരികെ ചേരണം. അതിന്റെ അവകാശം അവന്റെ പുത്രന്മാർക്ക് തന്നെ ഇരിക്കണം. പ്രഭു ജനത്തെ അവരുടെ അവകാശത്തിൽ നിന്ന് നീക്കി അവരുടെ അവകാശത്തിലൊന്നും അപഹരിക്കരുത്. എന്റെ ജനത്തിൽ ഓരോരുത്തരും താന്റെ അവകാശം വിട്ട് ചിന്നിപ്പോകാതിരിപ്പാൻ അവൻ സ്വന്തം അവകാശത്തിൽ നിന്ന് തന്നെ തന്റെ പുത്രന്മാർക്ക് അവകാശം കൊടുക്കണം. പിന്നെ അവൻ ഗോപുരത്തിന്റെ പാർശ്വത്തിലുള്ള പ്രവേശനത്തിൽ കൂടി എന്നെ വടക്കോട്ട് ദർശനമുള്ളതായി പുരോഹിതന്മാരുടെ വിശുദ്ധ മണ്ഡപങ്ങളിലേക്ക് കൊണ്ടുചെന്നു. അവിടെ ഞാൻ പടിഞ്ഞാറേ അറ്റത്ത് ഒരു സ്ഥലം കണ്ടു. അവൻ എന്നോട്, പുരോഹിതന്മാർ അകൃത്യയാഗവും പാപയാഗവും പാകം ചെയ്യുന്നതും ഭോജനയാഗം ചുടുന്നതുമായ സ്ഥലം ഇതാകുന്നു. അവർ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് അവയെ പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോകാതിരിപ്പാൻ തന്നെ എന്ന് അരുളി ചെയ്തു. പിന്നെ അവൻ എന്നെ പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോയി പ്രാകാരത്തിന്റെ 4 മൂലക്കിലും ചെല്ലുമാറാക്കി. പ്രാകാരത്തിന്റെ ഓരോ മൂലയിലും ഓരോ മുറ്റമുണ്ടായിരുന്നു. പ്രാകാരത്തിന്റെ 4 മൂലയിലും 40 മുഴം നീളവും 30 മുഴം വീതിയുമുള്ള അടയ്ക്കപ്പെട്ട മുറ്റങ്ങൾ ഉണ്ടായിരുന്നു. 4 മൂലയിലുമുള്ള അവ 4നും ഒരേ അളവായിരുന്നു. അവയ്ക്ക് 4നും ചുറ്റും ഒരു പന്തി കല്ല് കെട്ടിയിരുന്നു. ഈ കൽനിരകളുടെ കീഴെ ചുറ്റും അടുപ്പ് ഉണ്ടാക്കിയിരുന്നു. അവൻ എന്നോട്, ഇവ ആലയത്തിന്റെ ശുശ്രൂഷകന്മാർ ജനത്തിന്റെ ഹനനയാഗം പാകം ചെയ്യുന്ന വെപ്പുപുരയാകുന്നു എന്ന് അരുളി ചെയ്തു. ഇന്ന് നമ്മൾ വായിക്കുന്ന 3-ാമത്തെ വായനാഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 13ഉം 14ഉം അധ്യായങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കര്യോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടി കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്ക കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. എന്നാൽ എന്റെ അപ്പം തിന്നുന്നവൻ എന്റെ നേർ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതാകുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇത് ആരെക്കുറിച്ച് പറയുന്നുവെന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ചു യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവെടുത്ത് ചാരിക്കൊണ്ടിരുന്നു. ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെ കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞ്, കർത്താവെ, അത് ആർ എന്ന് ചോദിച്ചു. ഞാൻ അപ്പക്കണ്ടം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഖണ്ഡം മുക്കി ശിമോൻ ഇസ്കര്യോത്താവിന്റെ മകനായ യൂദായ്ക്ക് കൊടുത്തു. ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഇന്നതിനെ കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദായുടെ പക്കലാകയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ
ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നുവെന്ന് ചിലർക്ക് തോന്നി. കണ്ടം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞെന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കുമെന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. പത്രോസ് അവനോട്, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിപ്പാൻ കഴിയാത്തത് എന്ത്? ഞാൻ എന്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയുമെന്ന് പറഞ്ഞു. അതിന് യേശു, നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ചു കളയുമോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമാസ് അവനോട്, കർത്താവെ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞത് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇസ്കര്യോത്താവല്ലാത്ത യൂദ അവനോട്, കർത്താവെ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിന്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു.
ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ. എഴുന്നേൽപ്പിൻ, നാം പോകാം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.